പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ. കഴിഞ്ഞ ദിവസം ഇതിങ്ങനെ ഇട്ട് ആട്ടുന്ന ഒരു വീഡിയോ ഞാനും കണ്ടിരുന്നു. കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമെന്നോ നിങ്ങൾ പറയാനുണ്ടോ? എനിക്ക് രാഹുൽ ദാസുമായിട്ട് യാതൊരു വ്യക്തിപരമായ വൈരാഗ്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അതെന്താ രാഹുൽ ദ്രാവിഡ് തുടക്കം ചീറ്റി പോയല്ലോ ദൈവമേ. അതെന്താ വെച്ചാൽ രാഹുൽ ദാസുമായിട്ട് വ്യക്തിപരമായിട്ട് വൈരാഗ്യങ്ങളൊന്നും ഇല്ല, അതങ്ങനെ പറയില്ല. എന്തെങ്കിലും ഒരു വൈരാഗ്യമെങ്കിലും വെക്കണം, ഇല്ലെങ്കിൽ ഒരു 2 വെക്കില്ല. ഒരു അര ഒരു പൈന്റ് ചെറിയൊരു ക്വാർട്ടർ വൈരാഗ്യമെങ്കിലും വെക്കുന്നത് എത്ര നല്ലതായിരിക്കുമല്ലോ. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ഇതിന് മുമ്പേ കൊടുത്തൊരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിരുന്നത്. ആ ഒരു ചാട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റ കുതിപ്പത്തിന് കൊല്ലം ചായക്കട മുക്കിൽ ചെന്ന് ചാട്ടം നിൽക്കത്തുള്ളൂ. കാരണം അവരുടെ വീടിൻ്റെ അടുത്ത് നിന്നിട്ട് ഈ ചാട്ടം നിൽക്കത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒറ്റയടിക്ക് ഇങ്ങനെ ആൾക്കൊണ്ട് എന്ത് പറ്റി മാറ്റാൻ സാധിച്ചത്? എന്താ ഈ ഒഴുക്കിൻ്റെ ദിശയ്ക്കൊത്ത് ഒഴുകാനായിട്ട് ശ്രമിച്ചുകൊണ്ട് പറ്റിപ്പോയത് കേട്ടോ. പുറത്തു നോക്കിയപ്പോഴത്തേക്കിന് രേണുസുതി ഇതുപോലെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഇരിക്കുന്നു. അപ്പോൾ ഒരുപാട് ചാഞ്ചാട്ടം ആൾക്കാർക്കെല്ലാം രേണുസുതിയോടുണ്ട്. രേണുസുതിയെ എല്ലാവരും ഫേവർ ചെയ്യുന്നു. രേണുസുതിക്ക് ഒരുപാട് ലൈക്സ് കിട്ടുന്നു, വ്യൂസ് കിട്ടുന്നു. അപ്പോൾ ഞാൻ എന്തോ ചെയ്ത്, ഞാൻ നേരെ രേണുസുതി എന്ന് പറഞ്ഞ ആ കുഞ്ഞിക്കും ആ കുഞ്ഞാടിനും വേണ്ടിയിട്ട്, ആ കുഞ്ഞാടിൻ്റെ വീട്ടിൽ വന്നിട്ട് എല്ലാ മാപ്പുകളും പറഞ്ഞപ്പോഴത്തേക്കിന് ആ കുഞ്ഞാടിന് വേണ്ടിയിട്ട്, ആ കുഞ്ഞാടിൻ്റെ വീട്ടിലേക്ക് പോയി കുഞ്ഞാടിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നിന്ന സമയത്തും എല്ലാം നല്ല കാര്യം വെച്ചാൽ വീഡിയോ ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെ രേണു നല്ല രീതിയിൽ തിരിച്ചു വരണം, ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരണമെന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മുടെ പൊന്നച്ഛൻ പുന്നാര അച്ഛൻ എന്നെ പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് അങ്ങോട്ടാണെന്ന് തോന്നുന്നു പുള്ളി അറിഞ്ഞത്. അതിന് മുമ്പ് പുള്ളിക്ക് അങ്ങനെ ഒരു വേദവാക്യമുള്ള കാര്യം അറിയത്തില്ലായിരിക്കും. അങ്ങനെ അതും മനസ്സിൽ ദൃഢപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഓടി അങ്ങോട്ട് ചെല്ലുകയും രേണുവിന് വേണ്ടി സുഖപ്പെടുത്താനായിട്ട് നിൽക്കുകയും നല്ല കാര്യം. ആ ഒരു നിന്ന നിപ്പിനകത്ത് അച്ഛൻ എന്തോ ചെയ്തു, ഒറ്റയടിക്ക് രാഹുൽ ദാസ് അവനെ പറ്റി കേട്ട കാര്യങ്ങളിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാണല്ലോ ചേച്ചി സോമം വരെ തോറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടി മുന്നിലോക്ക് വന്ന് നിൽക്കുന്നു. ഞാനൊരു കാര്യം പച്ചയൊക്കെ ചോദിക്കട്ടെ, കയറി പിടിച്ചോ? പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് വല്ലതും ഉണ്ടായോ? ആ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഏതെങ്കിലും ഒരു മെഡിക്കൽ ഉള്ള പരിപാടി വല്ലതും നടന്നോ? കാരണം ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് ഉത്തരവില്ലാതെ ഒരു പോയിന്റിൽ നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനെ നമുക്ക് അവിടെയും ഇവിടെയും ഈ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടുമല്ലോ. കാരണം രേണുവിനോട് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുകയോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ധാരണയോടുകൂടി ഉരുളക്ക് ഉപ്പേരിയെന്ന രീതി അമിട്ടിട്ട് പൊട്ടിക്കാൻ പറഞ്ഞാൽ അവൻ്റെ വായി കയറിയിരുന്ന് പൊട്ടിക്കുന്ന രീതിയിലുള്ള മറുപടികൾ കൊടുക്കുന്ന വ്യക്തിക്ക് ചില ടോപ്പിക്കുകൾക്കും ചില കാര്യങ്ങൾക്കും വ്യക്തമായ ഒരു മറുപടിയോ അത് എനിക്ക് മറുപടി തരേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യവും അങ്ങനൊരു കാര്യവും ഇങ്ങനൊരു കാര്യമൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് എന്തോ എൻ്റെ മനസ്സിൽ എവിടേക്കോ കണക്കുകൾ കൂട്ടിയും കുറച്ചും എടുക്കുമ്പോഴത്തേക്കിന് എൻ്റെ കാൽക്കുലേറ്ററിൽ ബാറ്ററി ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതൊന്നും നമുക്കറിയത്തില്ല. എല്ലാം അറിയാവുന്ന അച്ഛനുണ്ടല്ലോ, ആ അച്ഛൻ വന്നിട്ട് എനിക്കെല്ലാം അറിയാം, ഞാൻ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ലാതെ രേണുവിനെ ഇപ്പോൾ 10 പേര് ഹേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒരു 25 പേരെ ആക്കി കൊടുക്കുക എന്നുള്ളൊരു ഒറ്റ മെൻറ്റാലിറ്റിയോടുകൂടി വന്നൊരു വ്യക്തി ഇപ്പോൾ അതാ ഇങ്ങനെ മറുപടി പറയുന്നു. രേണുവിൻ്റെ 2ാമത്തെ കീമോ ആയിരുന്നു. അപ്പോൾ കീമോയ്ക്ക് ശേഷം വന്നിട്ട് ഒരു വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്യുന്നു. ആ വീഡിയോ ഇനിയുള്ള 2 ദിവസം ഞാൻ ഡൗൺ ആണെങ്കിലും ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടണം. ഞാൻ വീഡിയോ വെക്കാം. ആ വീഡിയോ വെക്കുന്നതിൻ്റെ കൂടെ പിക്ക് ലൈൻ ഇട്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രതികരണമുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് പറയുന്ന രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്, അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ട തോന്നിവാസമല്ല കാണിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങളൊരു ഈ ഒരു ഇത് കഴിഞ്ഞിട്ട്, അതായത് കീമോ കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലേക്ക് വന്നിരുന്നിട്ട് നിങ്ങളുടെ കൊച്ചിനെ ആര് വളർത്തുന്നു, നിങ്ങളുടെ കൊച്ച് ആരുടെ കൂടെ ജീവിക്കുന്നു, ഇതൊന്നും നമ്മൾ ഉത്തരവാദികളല്ല, ഇതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ 2ാമത്തെ മകൻ്റെ അവകാശം ഞാനില്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് നമുക്കെന്തിനടാ? നിങ്ങൾ ആർക്ക് കൊടുക്കുന്നു? ഈ റീൽസ് ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് ആർക്ക്? ഓണറായിട്ടുള്ള മാർക്ക് സക്കർബർഗിനെ അറിയിക്കാൻ വേണ്ടിയിട്ടോ? രേണുസുതിയുടെ കുഞ്ഞിനെ സ്വന്തം കുടുംബക്കാരാണ് നോക്കാൻ പോകുന്നതെന്ന്. എന്തിനാ വേണ്ടിയിട്ട്? ഒരു കാര്യവുമില്ലാതെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നവരെ വീണ്ടും പ്രൊവോക്ക് ചെയ്ത് അവരെ കൊണ്ടൊരു 10 വാക്ക് സംസാരിപ്പിക്കാം. അതിലൂടെ ഇവർക്കും അതിനകത്തോട്ടൊരു നേട്ടം ഉണ്ടാകുക. ഞാൻ മിനിമലായിട്ടൊരു കാര്യം പറയാം. രേണുവിന് ഒരു ദിവസം യൂട്യൂബിനകത്ത് ഒരു വീഡിയോ ഈ ഇടുന്ന എഫേർട്ട്, അതായത് 4-5 റീല് വരെ ഈ ഒരു കണ്ടീഷനിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മിനിമം ഒരു വീഡിയോ എങ്കിലും യൂട്യൂബിൽ നിനക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാസം ഒരു നല്ലൊരു തുക അതിനകത്ത് നിനക്ക് കിട്ടും. ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ തീർച്ചയായിട്ടും കിട്ടും. ആ ഒരു കാര്യത്തിലേക്ക് ഉപയോഗിക്കുക, ആ ഒരു കാര്യം വിനിയോഗിക്കുക. കാരണം ഫോണില്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. കൊച്ചു പിള്ളേരായിരുന്നെങ്കിൽ 2 അടി കൊടുത്തിട്ട് പിടിച്ച് മേച്ച് വെക്കായിരുന്നു. ഇതിപ്പോൾ അതും പറ്റാത്തതുകൊണ്ട് എന്താ ചെയ്യാനാ?
നമുക്കിത് കാണാനല്ലേ പറ്റും. അപ്പം ആ ഒരു കാര്യത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നറിയോ, നിന്റെ ഈ ഒരുപാട് നെഗറ്റീവ് സാധനങ്ങൾ മാറും രേണു, തീർച്ചയായിട്ടും മാറും. നീ ആ രീതിയിലേക്കൊക്കെ വിനിയോഗിക്കാൻ നോക്കൂ. നമുക്ക് ഈ സോഷ്യൽ മീഡിയ രണ്ട് രീതിയിൽ വരുമാനം ഉണ്ടാക്കാമല്ലോ. ഒന്ന് ഈ പറഞ്ഞ നെഗറ്റീവ് മാത്രം നോക്കിയിട്ട് ഒന്ന് നോക്ക്, ആദ്യമായിട്ടൊന്ന് നോക്ക്, പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടെ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളൊരു കാര്യം. ഇവരെല്ലാം അങ്ങ് തിരിയുക. എനിക്കറിയാൻ വയ്യ, നമ്മളൊന്നും റിയാലിറ്റിയിലല്ല. രേണു, അച്ഛൻ, അവരെ കൂടെ നിന്നവരൊക്കെ അങ്ങ് തിരിഞ്ഞ് അവരെല്ലാം വേറെ ഏതോ യൂണിവേഴ്സിലോട്ട് പോയി, നമ്മൾ വേറെ ഏതോ ഒരു യൂണിവേഴ്സിറ്റി. കാരണം നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ. ദൈവമേ, ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഞാൻ ഇതിനകത്ത് 2-3 വോയിസ് വെക്കാം. ആ വോയിസിനകത്ത് വ്യക്തമായിട്ട് പറയാം. ഇതിനകത്ത് ഈ ഒരു മാറ്റത്തിന് കാരണം, അതായത് കൂടെ നിന്നവരെ വരെ തന്തയ്ക്ക് വിളിപ്പിക്കാനുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. ആ പരിപാടി ഇപ്പോൾ താഴെ സീമ ജി നായർ, ഈ നായർ ഒരു ഫോട്ടോ ഇട്ട്, ഒരു ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ അതൊന്ന് വായിച്ചേക്കാം. ശുഭദിനം. നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്നത് തെറ്റായി മാറുന്നു. എൻ്റെ മുന്നിൽ എന്ത് ചെയ്ത് കൊടുക്കുമ്പോഴും നല്ലതാകണം എന്ന് കരുതി ചെയ്യുന്നു. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ PR വർക്ക് തുടങ്ങണം. ഇത് പലപ്പോഴും അവസാന നിമിഷം ആർക്കും കൂടെയുള്ളവർ പോലും അറിയുന്നത്. പക്ഷെ എന്തോ നമ്മളൊന്ന് വിചാരിക്കുന്നു, നടക്കുന്നത് മറ്റൊന്നും. എനിക്ക് പ്രശ്നങ്ങളിൽ ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ സോഷ്യൽ വർക്കിൽ ഇറങ്ങി പുറപ്പെടുന്നത്. ഞാൻ വഴി ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായം കിട്ടട്ടെ എന്ന് മാത്രം കരുതിയാണ്. എല്ലാം നിർത്താം, മനസമാധാനമാണ് വലുത്. അതായത് ഇതുപോലുള്ള ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ സഹായിക്കാൻ നടക്കുന്ന ഒരു വ്യക്തി രേണു സുധിയെ കാണാനായിട്ട് വന്നിരുന്നു. കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഒരു AI മുഖാന്തരം ICUവിലിരിക്കുന്ന ഒരു ഫോട്ടോ തന്നെ എടുത്ത് വെച്ച് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഈ പോസ്റ്റ് ഷീമ എടുത്ത് വെച്ച് ഷെയറും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ICU സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. എടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്തതിന് തുടങ്ങിയ ഒരു കാര്യം. ആ സമയം അതിൻ്റെ ഡിസ്കഷൻ എന്തായിരുന്നു, കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ, ചേച്ചിയെ കണ്ടു സമാധാനമായി എന്നായിരുന്നു. പക്ഷെ ചേച്ചിയെ കണ്ടിട്ടില്ലായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? കള്ളത്തരം അടിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ട്? ഇപ്പോൾ താണ്ട മുകേഷ് നായരുടെ കണ്ടിട്ടേക്കുന്നത് അത് AI എന്ന് പറയുന്നത്. AI വഴി എല്ലാവരും കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാനും കാണും AI വഴി. നാളെ നോക്കിക്കോ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ നടുക്ക് ഞാനിരിക്കും, ക്യാപ്റ്റൻ ബിച്ചു സ്ട്രോക്ക്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കൂടെ. ഞാൻ കണ്ടു രേണു സുധിക്ക് AI വഴി എല്ലാവരെയും കാണണമെങ്കിൽ ഞാനും എല്ലാവരെയും കണ്ടു. നാളത്തെ രാവിലത്തെ ചായ കൂടി ഞാനും പ്രധാനമന്ത്രിയായിട്ട് എവിടെ ഇരുന്നിട്ട് പോളയത്തോടെ ജംഗ്ഷനിൽ ഇരുന്നു. ഞങ്ങൾ അടിക്കും. എന്തോ വേണം? ഉച്ചയ്ക്ക് ഡിന്നർ വീഡിയോ സതീശൻ്റെ കൂടെ. എങ്ങനെയുണ്ട്? രാത്രി ആരൊക്കെ? ഞാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടും പറ്റും AI വഴി. അത്രേ ഉള്ളൂ. ആ ഒരു വിശ്വാസ്യത അല്ലല്ലോ നമുക്ക് വേണ്ടത്, ഒറിജിനലായിട്ടുള്ള വിശ്വാസ്യതയല്ല വേണ്ടത്. ഇപ്പം കുറച്ചൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ രേണു ഒരു മാറ്റം കൊണ്ടുവന്നേ പറ്റൂ. കൊണ്ടുവരുന്നത്. ഇനി അച്ഛനൊരു കാര്യം പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോയുടെ മെയിൻ കാര്യങ്ങൾ. ഒന്ന് രേണുവിൻ്റെ കാര്യമാണെങ്കിൽ ശരി, രേണു ഇട്ടിട്ടുള്ള വീഡിയോ, അതെനിക്ക് 2-3 കാര്യം നല്ലതായിട്ട് തന്നെ അതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്. ആ സംസാരിക്കാനുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് തന്നെ ഞാൻ കാണിച്ചുതരാം. അതിന് കൂടാതെ ഈ പിക്ക് ലൈൻ ട്രീറ്റ്മെൻറ്റ്, ഈ ട്രീറ്റ്മെൻറ്റ് എന്തോന്ന് അറിയാത്തവർക്ക് ഈ വീഡിയോ വ്യക്തമായിട്ട് ബെനിഫിറ്റ് ആയിരിക്കും. ആ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും അതുള്ളവർ ഏത് കെയർ കൊടുക്കണമെന്നുള്ളൊരു കാര്യം ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോ കാണിക്കാം. പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? എനിക്ക് രാഹുൽ ദാസുമായിട്ട് യാതൊരു വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ ഒന്നും തന്നെയില്ല. കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസിനും ഋതുൽ ദാസിനും അവകാശപ്പെട്ട വീടിന് മുൻപിലാണ് നിൽക്കുന്നത്. അത് അവരുടെ വീടാണ്, അവരവിടെ സന്തോഷമായി ജീവിക്കട്ടെ. സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനും രാഹുൽ ദാസുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. എന്റെ പൊന്നച്ച, കാട്ടവരാതം വിളിച്ചു പറയുമ്പോഴും കയ്യിരിക്കുന്ന കുരിശും ആ ഒരു ബൈബിള് എടുത്ത് മാറ്റിയിട്ട് വേണം ഈ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങളുടെ ഈ പറയുന്ന രേണു സുധി ഒരു അസുഖത്തെ വീണ്ടും വിൽക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അച്ഛൻ കൈയിരിക്കുന്ന ആ കുരിശിനെയും വേദപുസ്തകത്തെയും വിൽക്കാനായിട്ട് ശ്രമിക്കുമല്ലോ ജനങ്ങൾക്ക് മുന്നിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്. ദയവ് ചെയ്ത് അപരാധങ്ങൾ വിളിച്ചു പറയുമ്പോഴെങ്കിലും കയ്യിൽ നിന്ന് ഈ ഒരു സാധനം മാറ്റി വെക്കുക. നിങ്ങൾ ബിഷപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അത് എടുത്തു പൊക്കി കാണിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ദിവ്യ ഉണ്ണികളില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പ്ലീസ് അവോയ്ഡ്. പ്രശ്നങ്ങളുമില്ല. വ്യക്തിപരമായിട്ട് ഞാൻ ഇന്ന് വരെ ആകെ 2 വട്ടമേ രാഹുൽ ദാസിനെ കണ്ടിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ ആണ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെയോ കണ്ടന്റുകൾ ആവശ്യമായിട്ടുണ്ട്, അവരത് ചെയ്യുന്നു. എനിക്കതിന് വിരോധമില്ല. അവർ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കട്ടെ. ഒരു സമയത്ത് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കണ്ടന്റുകൾ അച്ഛനായിട്ട് തന്നെ കണ്ടന്റ് മേക്ക് ചെയ്യുമായിരുന്നു. അച്ഛന് വേണ്ടിയിട്ട് ആരും വീഡിയോ ഇട്ടിരുന്നില്ലെങ്കിൽ ഓടിച്ചെന്ന് തെണ്ടുമായിരുന്നു, അവരുടെ ഇറക്കി വരികയോ എൻ്റെ ഒരു വീഡിയോ ഇതാണ്ട് അതെടുത്ത് ഇതെടുത്ത് പോസ്റ്റ് ചെയ്യ്, ഇതെങ്ങനെ ഉണ്ട്, സൂപ്പർ അല്ലേ രേണുസുധി, ഇതിനപ്പുറം കിട്ടണ്ടേ, നിങ്ങളൊന്ന് ശ്രമിച്ചാലല്ലേ അവർക്ക് കൂടുതൽ കിട്ടത്തുള്ളൂ എന്ന് തുടങ്ങിയ അപരാധങ്ങൾ കണ്ണി കണ്ട എല്ലാത്തിൻ്റെയും പുറകെ നടന്ന് ഉണ്ടാക്കി ഊമ്പിച്ച് ഒലിപ്പിച്ച് കൊടുത്തിട്ടുള്ള ഇതേ
ബിഷപ്പ് തന്നെയാണ്, ബിഷപ്പെന്ന് പറയേണ്ട ആവശ്യമില്ല, ഇപ്പം ബിഷപ്പ് തന്നെയാണ് വന്നിരുന്നിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഇല്ലേ, ഞാൻ ഇതിനകത്ത് പുണ്യാളനാണ്, ഞാൻ മഞ്ഞൾ തേച്ചപ്പോഴത്തെ ഞാൻ മഞ്ഞയായി, നിങ്ങളെല്ലാം പച്ചയാണ്. നാണമുണ്ടോ? ഒരു അല്പം നാണം, ഉളുപ്പ് എന്തെങ്കിലും ഉണ്ടോ? ചെയ്ത കാര്യം എന്താണെന്ന് നിൽക്കാൻ അറിയാതെ, പറയാനറിയാതെ, ഒരു നിലപാടില്ലാതെ സ്വന്തം കാര്യം സിന്ദാബാദെന്ന് പറഞ്ഞ് മാത്രം നോക്കി നിൽക്കുന്ന ഈ ഒരു വ്യക്തിയാണോ ജനങ്ങളുടെ ബിഷപ്പായിട്ട് നിൽക്കുന്നത്? വെറും പുച്ഛം മാത്രം. ഇയാളുടെ അണ്ടറിൽ പോയിരുന്ന് കുംഭസാരം നടത്തുമ്പോഴത്തേക്കും നിങ്ങൾ ആലോചിക്കണോടെ, ഇയാൾ എന്താണെന്നുള്ളത് ആലോചിക്കണം. അത് അവരുടെ ജോലിയുടെ ഭാഗം. ഞാനതിനെ എതിർക്കുന്നില്ല. കമൻറ്റ് എഴുതുന്നവരോട് എനിക്കതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സമയമുള്ള പോലെ കമൻറ്റുകൾ എഴുതുക, നെഗറ്റീവും പോസിറ്റീവും എഴുതുക, അതൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക, അതിന് എനിക്കെതിരില്ല. യാതൊരു വിവാദത്തിൽ പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാദങ്ങൾക്ക് തിരികൊളുത്തുവാനോ വിവാദങ്ങൾ അവസാനിക്കണമെന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എനിക്ക് യാതൊരു വിവാദങ്ങളുമില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. രാഹുൽ ദാസ് സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം പറക്കട്ടെ. ഉടനെ മറ്റ് എൻ്റെ കാസറ്റിൻ്റെ ഒക്കെ കൂടെ കയറി പോകും തോന്നിട്ടോ. അച്ഛൻ്റെ ലീലകള് വല്ലതും വരാനുണ്ടോ അച്ഛാ? അച്ഛൻ്റെ ഈ പോക്ക് കണ്ടിട്ട് നടപ്പ് കണ്ടിട്ട് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര വലിയ പ്രോപ്പറായിട്ട് നടത്തി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലെന്നുള്ളൊരു കാര്യമേ. ഇനി നമുക്ക് രേണു പറഞ്ഞ കാര്യത്തെക്കുറിച്ച്, രേണു ഇപ്പോൾ ഇട്ടിട്ടുള്ള വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ആ വോയിസിലേക്ക് പ്രവേശിക്കാം. അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ വന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ, അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ, അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്കാരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ആർക്ക് വേണ്ടിയിട്ട്? ഞങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണോ? ആര് നോക്കുന്നു കുഞ്ഞിനെ? ആര് നോക്കുന്നു? ഇതേ നോക്കാൻ പറ്റത്തുള്ളൂ? നമുക്ക് ആർക്കെങ്കിലും അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. എന്തിന് വീണ്ടും എന്തുവാ? വീണ്ടും എന്താണ്? ആ രോഗാവസ്ഥയെ മാനിക്കുക, ആ രോഗത്തിൽ വെല്ലുവിളികൾ നേരിടുന്നവരെ മാനിക്കുക. മാക്സിമം ഈ ഒരു കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഒരു നെഗറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് പ്രയത്നിക്കാതെ, നമ്മളായിട്ട് കൊണ്ടുവരാതെ പ്ലീസ് അവോയ്ഡ്. അത് രേണുവിനോട് പറയുന്ന ഒരു അഭ്യർത്ഥന മാത്രമായിട്ട് കൂട്ടി, എൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് കൂട്ടണ്ട. ഇതല്ല രേണു ഇതൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ രേണുവിന് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാമല്ലോ. പ്ലീസ് അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാം, എന്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അവനാകെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര്, ഞാൻ ഇന്നത് അറിഞ്ഞു, എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല. ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ അവകാശം എന്നിലേക്ക് എന്ന് പറയുന്ന ഒരു സമയത്ത്, അവകാശം അച്ഛൻ്റെ വീട്ടുകാർക്ക് വേണമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേറൊരു മൂത്തൊരു മകനുണ്ട്. രേണു സുധി അതിനകത്തൊരു അവകാശമാണ്. ആരുടെ? കൊല്ലം സുധിയുടെ ഒരു അവകാശിയാണ്. കുഞ്ഞ് 2 പേരും അതിനകത്ത് അവകാശികളാണ്. നിങ്ങളിപ്പം സത്യം പറഞ്ഞ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള അവകാശത്തിന്റെ വാദമാണോ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്? അതോ കൊല്ലം സുധി മരണപ്പെട്ടതിനെ തുടർന്ന് ഉണ്ടാവാൻ പോകുന്ന, അല്ലെ കിട്ടാൻ പോകുന്ന ഒരു ക്യാഷിന് വേണ്ടിയിട്ടുള്ള ഒരു അടിയാണോ? സീരിയസ്ലി എനിക്ക് ഈ ഒരു പ്രസ്താവന കണ്ടപ്പോൾ അത് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. നോബൽ ഫിലിപ്പ് അമ്പലവല്ലി ബിഷപ്പ്, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നത്. നിങ്ങളൊരു കാര്യം, അദ്ദേഹം പ്രീസ്റ്റ് ആണോ? ദൈവത്തെ ഓർത്ത് ആ പ്രീസ്റ്റ് കഴുത്തിലൊന്ന് എഴുതി തൂക്കുക, ഐ എം എ പ്രീസ്റ്റ് എന്ന്, പ്ലീസ്. അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിക്കും കുടുംബശ്രീ പ്രസിഡന്റ് ആണെന്ന്. മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം എന്തുമാകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേർക്ക് നേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേർക്ക് നേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. എന്തായാലും അങ്ങനെ പറഞ്ഞ രീതിക്ക് രേണു പറഞ്ഞൊരു കാര്യം നമുക്കൊന്ന് നോക്കാം. രേണു സുധിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ? ബിഷപ്പല്ലേ ബിഷപ്പാമ്പ്, അത് തന്നെ ഞാൻ പറഞ്ഞു. അയ്യോ, ബിഷപ്പല്ല ചേച്ചി, വിശപ്പാമ്പ്. ആരെയാ വിളിക്കുന്നത്? പ്രീസ്റ്റ്. പ്രീസ്റ്റ്, പ്രീസ്റ്റ്. പ്രീസ്റ്റിനെ വിളിക്കുന്ന ഒരു പേരാണ് എന്താണ്? വിശപ്പാമ്പ്. നേർക്കുനേർ ഞങ്ങൾ പോരാടിയിട്ടില്ല. നിന്നെ പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കുക. അയൽക്കാർ തമ്മിലുള്ള അടികൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നു, ആൾക്കാരുടെ റിയാക്ട് ചെയ്യുന്നു. പ്രീസ്റ്റ്, ദ പ്രീസ്റ്റ്. വിശപ്പാമ്പെന്ന് വിളിക്കാൻ നേരം പ്രീസ്റ്റാന്ന് അറിയത്തില്ലായിരുന്നോ?
രോഗാവസ്ഥയൊക്കെ അവിടെ മാറിയിരിക്കട്ടെ. ഈ നിലപാടുകൾ മാറ്റി പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വന്നിട്ടെ നിങ്ങളെല്ലാവരും വെള്ളിക്കരണ്ടി നമ്മളെല്ലാവരും മറ്റേ വെള്ളം പോലും തൊടാത്ത ആൾക്കാരെന്നൊക്കെ രീതിയിലേക്കുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാതെ പ്ലീസ് മാന്യമായ രീതിയിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ മാന്യമായ രീതിയിൽ നമ്മളും ക്ലോസ് ചെയ്യും. അല്ലാതെ മാന്യത വിട്ടുകൊണ്ട് നമ്മളെല്ലാം വലിയവരാണ്, നമ്മളാണ് നല്ലത്, നമ്മൾ ഉണ്ടംപുരി ഒന്നും അങ്ങനെ ആകട്ടെ പ്ലീസ്. അതൊക്കെ മാറ്റിയിട്ട് വേറെ രീതിയിലുള്ള സംസാരങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾക്കും നമ്മക്കും നല്ലത്. ഇനി ബാക്കി വീഡിയോ കാണാം. അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതും പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു. ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. എനിക്കതെന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുത്തെന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം കേട്ടു. ഈ ഡയലോഗ് ഞാൻ നേരത്തെയും കേട്ടിട്ടുണ്ട് രേണു പറയുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ഒരു വീട് മേടിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്, അല്ലാതെ വേറൊരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. കാലങ്ങൾ മാറുമ്പോൾ കോലങ്ങൾ മാറുന്നു, കോലങ്ങൾ മാറുമ്പോൾ വാക്കുകൾ മാറുന്നു, വാക്കുകൾ മാറുമ്പോൾ ബന്ധങ്ങൾ ദൃഢപ്പെടുന്നു, അല്ലെങ്കിൽ ബന്ധങ്ങൾ ഊമ്പിത്തെറ്റി മാറുന്നു. വാക്കുകൾ മാത്രം ഒതുങ്ങി എന്നൊരു കാര്യം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ ഒരു വാക്പോരിനകത്തും വളരെ നന്ദി. സുധീർ 2 മക്കൾക്ക് വീട് കൊടുത്ത ആ ഒരു കുറ്റമല്ലാതെ അത് കുറ്റം തന്നെ പറയുന്നത്. കാരണം അതുപോലായിരുന്നു പ്രശ്നങ്ങൾ മുഴുവനും. അതോടുകൂടി സത്യം രേണു മുമ്പ് പറഞ്ഞ ഇത് തന്നെയായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് വീട് മേടിച്ചതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ കുറ്റമെന്ന്, തെറ്റെന്ന്. അതുകൊണ്ടല്ലേ ഞങ്ങൾക്കൊരു വീടില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതും കേൾക്കേണ്ടി വരുന്നതും. എന്നെ ഒന്ന് ഞുള്ളിക്കേടാ, സത്യമാണെന്ന് നോക്കട്ടെ. സത്യമാടാ, സത്യം. അദ്ദേഹത്തിന് മനസ്സമാധാനം പോയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്നതിന്റെ തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം അങ്ങനെ ആരും വിചാരിച്ചിട്ടില്ല. പ്ലീസ് ആ രീതിയിലേക്ക് കൊണ്ടുവരാതെ. നമ്മൾ ആരും അങ്ങനെ വിചാരിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം രേണു ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നേരം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും മുന്നിൽ വെക്കുന്ന ആ വീഡിയോയ്ക്കകത്തുള്ള ഹൈലൈറ്റ് സാധനം അല്ലേ, ആ ഹൈലൈറ്റ് സാധനമാണ് ആ വീഡിയോയുടെ മുന്നിൽ രേണു വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ആദ്യത്തെ കീമോ ചെയ്യുന്നതിന് മുമ്പ് ചേച്ചി പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. കീമോ ചെയ്തതിന് ശേഷം വന്ന സാധനം ഉണ്ടല്ലോ, അതും ഈ ഹൈലൈറ്റിന് മുമ്പ് ചെയ്ത സാധനമാണ്. നിങ്ങൾ രണ്ടാമത്തെ കീമോയ്ക്കും ഇതുപോലൊരു സാധനം എടുത്ത് പുറത്ത് വിട്ടിട്ടാണ് വീണ്ടും പോയിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ വേണം? രോഗം മാറണമെങ്കിൽ നമ്മുടെ മനസ്സ് നല്ലതായിട്ടിരിക്കണം. മരുന്ന് പിടിക്കണം, നാട്ടുകാരെല്ലാവരും പ്രാർത്ഥിക്കണം, കൂട്ടപ്രാർത്ഥന വേണം ഇല്ലേ? അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും ഞാൻ കീമോ ചെയ്ത് കിടക്കുവാണെങ്കിൽ ഒരു വിവാദം സൃഷ്ടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ഇതേപോലെ തന്നെ എടുത്ത് കയറ്റി വെച്ചുകൊണ്ട് എന്തോ പറയാനോ ഈ പെണ്ണിനെ, എന്തോ പറയാനോ ഒന്ന് ആലോചിച്ച് നോക്കേ. വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ക്രിയേഷൻ. വീഡിയോ ഇട്ടാലും അല്ലെ അവൾ ക്യാൻസർ രോഗിയല്ലേ, അവളൊന്നും സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്. അവൾ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണം നമുക്ക് എന്ത് വേണം സംഭവിക്കാം. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, രേണുസുധി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് അങ്ങനെ വെൽക്കം ബാക്ക് കണ്ട യൂട്യൂബ് ചാനലിലേക്ക്. അതായത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാനങ്ങ് ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയണു, ഇത് കേരളത്തിൽ 3.5 കോടി ജനങ്ങളിൽ ഒരാൾക്ക് വന്നൊരു രോഗമല്ല, ഒരു രോഗാവസ്ഥയല്ല. ഇതേപോലെ തന്നെ ഈ വെല്ലുവിളി നേരിടുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. ഈ എല്ലാവരും മരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരുടെ ജീവിതം ഇല്ലാതാവണമെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം രേണുവിന് ഇതുപോലുള്ള കോമൻസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാരണം എന്താണ്? രേണുവിൻ്റെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തന്നെ. ആ ഉപയോഗത്തിന് ഒരു ലിമിറ്റ് വെക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. രേണു ഒരു 1-2 വീക്സിന് മുമ്പ് തൊട്ട് രേണു കൃത്യമായിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ആ ഒരു റീൽ ഇടുമ്പോഴത്തേക്കിന് കർത്താവ് കൊന്ത അതുമായിട്ട് ബന്ധപ്പെട്ട റീൽ ഇട്ടുകൊണ്ടിരുന്നു. എന്ത് നല്ല കമന്റ് ബോക്സ്! ഈ കേരളത്തിൽ ഇത്രയും നല്ല ജനങ്ങളുണ്ടായിരുന്നെന്ന് രേണുവിൻ്റെ കമന്റ് ബോക്സ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന രേണു കഴിഞ്ഞ കീമോയ്ക്ക് തൊട്ട് മുമ്പ് ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ട് പോയതിനു ശേഷം രണ്ടാമത്തെ കീമോയിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള വിവാദങ്ങളുണ്ടായി, ഇത്രയധികം പ്രശ്നങ്ങൾ, നെഗറ്റീവ് കമൻറ്റുകൾ വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു 99% ഉത്തരവാദി ആരാണ്? നമ്മൾ തന്നെയാണ്. അതായത് രേണു തന്നെയാണ്. രേണു തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ഓറയാണ് ഈ ഇപ്പം വിരളോറ പോലും അല്ലാത്ത രീതിയിലേക്ക് മറിഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളായിട്ട് മാറ്റി. ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയിലും ആ രീതിയിലുള്ള കാര്യങ്ങളാണ് വീണ്ടും പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്?
നിന്റെ കയ്യിൽ ഒരു പിക്ക് ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഡോക്ടർ അത് ഇട്ട് ആട്ടി ജനങ്ങൾക്ക് മുന്നേ എൻ്റെ കൈ കിട്ടിയ വെണ്ടക്കുരു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അത് നിന്റെ മെഡിക്കൽ കണ്ടീഷനാ. അത് നിനക്ക് ഇനിയുള്ള ജീവിതം നല്ലതായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യത്തിനുള്ളതാ. അപ്പം നീ അത് ആ രീതിയിൽ വേണം ഉപയോഗിക്കാനായിട്ട്. അല്ലാതെ കൊണ്ടുവന്നിരുന്നിട്ട് അതെടുത്ത് വെച്ച് ആട്ടി കാണിക്കുമ്പോൾ ജനങ്ങൾ പറയും. നീ ആട്ടുവാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ പറയും, ഇനിയും പറയും. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുറ്റം കേൾക്കാതിരിക്കാൻ എന്ത് വേണം? ആട്ടം കുറച്ച് നിർത്തണം. ഈ പിക്ക് ലൈൻ എന്തിനാ, ആ ഒരു കാര്യം എന്താണെന്നുള്ളതും അതിൻ്റെ യൂസ് എന്താണെന്നുള്ളതും അത് എങ്ങനെ ഇൻഫെക്റ്റഡ് ആവാതെ ആൾക്കാർ നോക്കാമെന്നുള്ളതും അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് രേണുവിന് അറിയത്തില്ലെങ്കിൽ ഞാനൊരു വോയിസ് ക്ലിപ്പ് വയ്ക്കാം. അത് ഇൻഫർമേറ്റീവാ, നിങ്ങൾക്കും ഇൻഫർമേറ്റീവാ. ഈ വീഡിയോ കാണുന്നവർ ഇത് ക്ലിയർ ആയിട്ട് മൊത്തം കണ്ടിട്ട് വേണം പോകാനായിട്ട്. നിങ്ങൾ ഈ വോയിസ് കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു നേഴ്സുമാണ്. നമ്മുടെ നെയ്ബേഴ്സായിട്ട് 2 ആൾക്കാരുണ്ട്. ഒന്ന് ലങ്സും വേറൊന്ന് കോളൻ ക്യാൻസറുമായിട്ട്. അപ്പോൾ ഈ കോളൻ ക്യാൻസർ ഇട്ട ആൾക്ക് ഇതുപോലെ തന്നെ പിക്ക് ലൈൻ പോലെ ഒരു സംഭവമാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ നെയ്ബേഴ്സ് ആരും അങ്ങോട്ട് പോകാറില്ല. പക്ഷേ 1-2 തവണ കണ്ട സമയത്ത് മനസ്സിലാക്കിയതാണ് പുള്ളിക്ക് ഇതുപോലെ തന്നെ ഒരു പിക്ക് ലൈൻ കത്തീറ്ററാണ് ഇട്ടിരിക്കുന്നത്. ഈ പിക്ക് ലൈൻ കത്തീറ്റർ ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു പെരിഫറൽ കത്തീറ്ററാണ്. അത് ഇടുന്നത് നമുക്ക് എപ്പോഴും ഈ പേഷ്യൻസിന് ബ്ലഡിൻ്റെ അളവുകൾ മാറി മാറി വരും. അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ഓരോ പ്രാവശ്യവും ക്യാനുല ഇൻസേർട്ട് ചെയ്ത് ബ്ലഡ് എടുക്കാൻ നേരമോ ഈ റേഡിയേഷൻ്റെ മെഡിസിൻ കൊടുക്കാൻ നേരമോ കീമോയുടെ മെഡിസിൻ കൊടുക്കാൻ നേരമോ നമുക്ക് കത്തീഡ്ര IV ക്യാനുല ഇടുമ്പോൾ നമുക്ക് കിട്ടത്തില്ല, വെയിൻ പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. കാരണം ഇവർക്ക് രക്തത്തിലെ അണുക്കൾക്ക് അതുപോലെ തന്നെ ഇവരുടെ വെയിനൊക്കെ ഡീപ്പായി പോയിട്ട് നമുക്ക് ക്യാനുല ഇടാൻ പറ്റത്തില്ല. പല പ്രാവശ്യം കുത്തി പേഷ്യൻസിന് പെയിൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുന്നത് പിക്ക് ലൈൻ ഇട്ട് വെക്കും. അപ്പോൾ അത് ബ്ലോക്ക് ആകത്തില്ല. നമുക്ക് ഇങ്ങോട്ട് ബ്ലഡ് ആസ്പിറേറ്റ് ചെയ്യുക അതിനകത്തുനിന്ന്. നമുക്ക് മെഡിസിൻ ആണെങ്കിലും അല്ലെങ്കിൽ കീമോയുടെ മെഡിസിനൊക്കെ നമുക്ക് ഇതിനകത്തൂടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സാധനം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കയ്യിലിട്ട് ആട്ടുക അല്ലെങ്കിൽ എന്താ പറയുക, ഇത് വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. ഇതിനകത്തൊന്നും അണുബാധ ഉണ്ടാവും. കാരണം നമ്മളിപ്പം ഹോസ്പിറ്റലിൽ ഒരു 7 days IV ക്യാനുല ഇട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ ഒരു 7 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 5 to 7 daysനുള്ളിൽ മാക്സിമം ഞങ്ങളുടെ ഏരിയയിലെ ഹോസ്പിറ്റലിലൊക്കെ അത് മാറ്റും. നമ്മളങ്ങനെ ചെയ്യും. കാരണം ഇത് ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ആ ഒരു നീഡിൽ പാർട്ട് നമ്മുടെ വെയിനിനകത്തിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു പിക്ക് ലൈൻ നമ്മൾ എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. ഞങ്ങളുടെ തൊട്ട് നെയ്ബറിൻ്റെ പിക്ക് ലൈൻ എന്ന് പറഞ്ഞത് ഫുൾ ടൈം കവേർഡായിരുന്നു. ആ സാധനം മൊത്തം കവറായിട്ട് അവർ ഹോസ്പിറ്റലിൽ നിന്ന് വിടുമ്പം അവിടുന്ന് അത് മൊത്തം കവർ ചെയ്ത് സ്പഞ്ചും ഗോസോ അങ്ങനെയൊക്കെ വെച്ച് കവർ ചെയ്ത്. കാരണം ഞാൻ ദൂരെ നിന്നുള്ള കാഴ്ചയാണ് പുള്ളിയുടെ കൈ കണ്ടിരിക്കുന്നത്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മളുടെ വളരെ പരിമിതമായ അറിവ് വെച്ചിട്ട് അവർ തന്നെ അത് കൺസീൽഡ് ആക്കി തരും. കാരണം അത് ഇൻഫെക്ഷൻ അതിൽ വഴി ഉണ്ടാവാതിരിക്കാൻ, കുളിക്കുമ്പം നനയാതിരിക്കാൻ. കുളിക്കുമ്പോൾ ഒന്നും ഇത് നനയാനേ പാടില്ല ഈ സാധനം. അതുപോലെ നമ്മൾ ആ കൈയൊക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. അതുകൊണ്ട് തന്നെ വേറൊരാളായിരിക്കും ഈ കുട്ടിയെ ഈ ഒരു ആളെ കുളിപ്പിക്കുന്നതൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയതും ഞാൻ കണ്ടതും. ഇതിപ്പോൾ നമുക്ക് ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുട്ടിക്ക് ഈ രേണുസുധി കഴിഞ്ഞ ദിവസം ഇതിങ്ങനെ ഇട്ട് ആട്ടുന്ന ഒരു വീഡിയോ ഞാനും കണ്ടിരുന്നു. കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമെന്നോ, നിങ്ങൾ കാണുമോ കേൾക്കുമോ എന്നൊന്നും അറിയില്ല. എന്നാലും അതിൻ്റെ സംഭവം വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് ഇത്. നമ്മുടെ ശരീരത്തിൽ ഒരു ഫോറിൻ ബോഡി കയറുമ്പോഴാണ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ടാണ് നമുക്ക് പനി വരുന്നതെന്നാണ് പറയുക. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു സൂചി കയറ്റി വെച്ചിരിക്കുക, അത് ഞരമ്പിനകത്ത്. അതൊരു ഫോറിൻ ബോഡി തന്നെയാണ്. അപ്പോൾ അത് ഇച്ചിരി പെയിൻഫുള്ളൊക്കെയാണ് ഈ സംഭവം. പിന്നെ മോർഫിൻ പോലെയുള്ള മെഡിക്കേഷൻസ് പോകുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ചിലപ്പോൾ പെയിൻ ഉണ്ടാവില്ല. അങ്ങനെ ഹെവി മെഡിക്കേഷനാണല്ലോ ഈ CA പേഷ്യൻസിന് കൊടുക്കുന്നത്. എന്താണേലും ഇൻഫെക്ഷൻ എന്ന് പറയുന്നതിലൂടെയാണ് കൂടുതലും ആൾക്കാർക്ക് ഡെത്ത് എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുക എന്നത് ഞാൻ ഇങ്ങനെ പഠിക്കുമ്പം കേട്ടിട്ടുണ്ട്. അതായത് കൂടുതൽ ആൾക്കാരും ഇന്ന ഒരു അസുഖം വന്നിട്ട് അസുഖത്തിൻ്റെ സിവിയറിറ്റി കൊണ്ടായിരിക്കത്തില്ല അവർക്ക് സംഭവിക്കുന്നത്. പക്ഷേ ഈ ഇൻഫെക്ഷൻ, ക്രോസ് ഇൻഫെക്ഷന് ഭയങ്കര സാധ്യതയുള്ളതാണ്.
ക്യാൻസർ പേഷ്യൻസ്. അപ്പോൾ ഈ 2 ആൾക്കാരെയും ഈ കീമോ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു 5 to 7 ഡേയ്സിലേക്ക് ഇവരെ വിസിറ്റ് ചെയ്യാൻ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലും അവർ അനുവദിക്കത്തില്ല. ഡെയിലി അവരുടെ തുണികൾ പ്രത്യേകമായിട്ട് വാഷ് ചെയ്ത് അവരുടെ റൂം തുടച്ച് ചൂടുവെള്ളത്തിലൊക്കെ കഴുകി അങ്ങനെയാണ് നോക്കുന്നത്. പിന്നെ ഓരോരുത്തർ സാഹചര്യം അനുസരിച്ചാണ്. നമുക്ക് ആ വ്യക്തിയെ നല്ല ആരോഗ്യത്തോടെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. ആ റൂമൊക്കെ അതുപോലെ ഒരു വിസിറ്റേഴ്സും ഞങ്ങൾ നെയ്ബേഴ്സ് ആരും അവരുടെ വീട്ടിൽ പോയിട്ട് കാണാറില്ല അവരെ. പ്രത്യേകിച്ച് കീമോ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയം പെട്ടെന്ന് അവരുടെ ശരീരം ഭയങ്കര വീക്കാണ്. നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ തന്നെ നമ്മുടെ മനസ്സുപോലും അനുവദിക്കത്തില്ല. അങ്ങനെ വഴിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം മുറ്റത്തൊക്കെ ഇങ്ങനെ നിൽക്കും, അത്രയേ ഉള്ളൂ. മുറ്റത്തുനിന്ന് പുറത്തിറങ്ങില്ല, അവർ പള്ളിയിൽ പോവില്ല. വളരെ ദൈവവിശ്വാസികളായിട്ടുള്ള ഒരാൾക്കാരാണ്. ചർച്ചിൽ പോലും പോകില്ല. അന്നേരം ഞാൻ ഓർക്കുന്നു, ദൈവമേ, ഒരു ഇനാഗുറേഷൻ ഉദ്ഘാടനം ചെയ്യാൻ ട്രെയിനും പോകുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് സന്ധ്യം പറഞ്ഞ സങ്കടം വന്നു. ഈ കുട്ടിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലേ, എന്താണ് ഇതിൻ്റെ ഉള്ളിലെന്ന് ഒരു ഇത് വന്നു. ഞാൻ വലിയ അറിവുള്ള ആളൊന്നുമല്ല. ഈ വോയിസ് എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുവാണെങ്കിൽ എടുത്ത് റെക്കോർഡ് ചെയ്ത് ഇടാനുമായിട്ടും അല്ല പറയുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പം സംസാരിക്കുമ്പം ഒരറിവിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ? നമ്മുടെ പരിമിതമായ അറിവ് വെച്ചിട്ട്. ഡോക്ടറൊന്നുമല്ല, നേഴ്സാണ് ഞാൻ തിയേറ്റർ നേഴ്സായിരുന്നത് കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി ഒരുപാട് അങ്ങോട്ട് അറിവുകളില്ല. എന്നാലും കാരിത്താസിലൊക്കെ ജോലി ചെയ്തതാണ്. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് അവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എനിക്ക് അറിയുകയില്ല. പിന്നെ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയുള്ളതുകൊണ്ട് പുള്ളി അതിനെല്ലാം തരണം ചെയ്തു പോകുന്നതാണോന്നും നമുക്കറിയത്തില്ല.